എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവി ഒരു മാധ്യമപ്രവർത്തനം നടത്തി അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതും ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങയുടെ സ്ഥാപനം UDF-ഉം SDP-യും ചേർന്നിട്ട് CPM ഓഫീസിലേക്ക് സംഘർഷമായി പോയി എന്ന് പറഞ്ഞതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും ശ്രദ്ധയിൽപ്പെട്ടു. അതെങ്ങനെ ശരിയാക്കുന്നത്? UDF SDP-യും തമ്മിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ധാരണയുണ്ടോ? ഒരു SDP ഉൾപ്പെടുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ് പറയാം. UDF-ഉം SDP-യും UDF-ന്റെയും SDP-യുടെയും പ്രവർത്തകർ CPM ഓഫീസിലേക്ക് അക്രമമായി പോയി എന്നുള്ള വാർത്ത ശരിയാണോ? 2, SDP ഉൾപ്പെടുന്ന UDF എന്ന് പറയുന്ന പൊളിറ്റിക്കലി ശരിയാണോ? 3, SDP-യുടെ വോട്ടില്ലാതെ UDF-ന് ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഈ 3 കാര്യങ്ങൾ ശരിയാണോ? ആ ഒറ്റ വിഷയത്തിനകത്ത് തന്നെ അതിലങ്ങ് മറുപടി പറഞ്ഞാൽ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി. ആ മൂന്ന് ചോദ്യങ്ങൾക്കും അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തെ തള്ളി പറഞ്ഞാൽ അങ്ങ് പറഞ്ഞതിന്റെ ബാക്കി ഞാൻ പറയാം. ആ മൂന്ന് പരാമർശങ്ങൾ അങ്ങയുടെ മാധ്യമ സ്ഥാപനമാണ് പറഞ്ഞത്. ആ 3 പരാമർശങ്ങൾ അങ്ങനെ തള്ളി പറഞ്ഞാൽ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാം. അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന് തെറ്റുപറ്റി, ഞങ്ങൾക്ക് അങ്ങ് പറ. SDP ഇല്ലാതെ UDF-ന് ഈ വിജയം സാധ്യമല്ലായിരുന്നു. അങ്ങ് ഇവിടെ റിപ്പോർട്ട് ചെയ്ത ആളല്ലേ? അപ്പൊ ആ 3 സ്റ്റേറ്റ്മെന്റ് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന് തെറ്റുപറ്റി, ഞങ്ങൾ അതിൽ പശ്ചാത്തപിക്കുന്നു, ഞങ്ങളത് തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാം. അങ്ങേ ഈ 3 കാര്യങ്ങൾ തിരുത്തിയിട്ട് അങ്ങ് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമില്ലല്ലോ അതിന്. അങ്ങനത്തെ അർത്ഥം അതിനില്ലല്ലോ. അങ്ങ് ഈ 3 കാര്യങ്ങൾ അങ്ങയുടെ മാധ്യമ സ്ഥാപനം അപ്പൊ അങ്ങനെ ഞാൻ തിരിച്ചു വെച്ചോട്ടെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ തെറ്റാണെന്ന് അങ്ങ് സ്ഥാപിച്ചു സംഭവിച്ചോട്ടെ. പറയുന്നുണ്ടല്ലോ ഇത് 3 അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ ഈ 3 പരാമർശങ്ങളും അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. SDP ഇല്ലാതെ UDF-ന് ഈ വിജയം സാധ്യമല്ല, ഒരു അടി പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് വരെ പറഞ്ഞു. അങ്ങനെ ശരിയാകുന്നത്. ബാക്കി മുൻകാലങ്ങളിലെ വാർത്തകളെല്ലാം വിട്ടേരാം, അതെല്ലാം ഞാൻ വിട്ടു. ആ ദിവസത്തെ കാര്യം വയ്ക്കുന്നത് ഈ 3 കാര്യങ്ങൾ അങ്ങ് തള്ളി പറയാൻ റെഡിയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് വളരെ ഡയറക്റ്റായി മറുപടി പറയാം. ഈ 3 കാര്യങ്ങൾ അങ്ങ് തള്ളി പറയണം എന്ന് കരുതി അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ ഇന്റർപ്രിട്ടേഷൻ അതിനില്ല. എന്റെ ഫണ്ടമെന്റൽ ചോദ്യം ഇതാണ്. ഈ 3 കാര്യങ്ങളെ അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന് തെറ്റുപറ്റി. ഞങ്ങൾ ഇപ്പൊ തെറ്റുപറ്റിയാൽ തിരുത്തുന്നതിന് എന്താ കുഴപ്പം? ഇപ്പൊ എനിക്ക് തെറ്റുപറ്റിയാൽ തിരുത്താം. അല്ലെ, എല്ലാവരുടെയും വോട്ട് വാങ്ങി എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ഞാൻ പറയുന്നുണ്ട്, മതേതരവാദികളായ മുഴുവൻ ആളുകളുടെയും വോട്ട് വാങ്ങിയിട്ടുണ്ട്.